സോ ഹലോ ഗായ്സ്, എല്ലാവർക്കും ഇലക്ട്രിക് സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഈ വീടൊന്ന് എക്സ്പാൻഡ് ചെയ്യണം. അതേപോലെ കംപ്ലീറ്റ് ആയണം, കോപ്പറോ ആയണം, ഏതൊരാണ് ഇതിലേക്ക് നമുക്ക് മാറണം. അതൊക്കെ നമ്മൾ ഇന്നത്തെ ഗോൾ ലിസ്റ്റ്. ഒട്ടും സമയങ്ങളൊക്കെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. കുറച്ചായി ഞാൻ വീഡിയോ ഇട്ടിട്ട് 2 ദിവസമായി കളിക്കാൻ കയറിയിട്ട് അവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം. പക്ഷെ അതിപ്പോൾ സ്മെൽറ്റായിട്ടില്ല. നമുക്ക് ആദ്യം ആർമർ ഉണ്ടാക്കാം, ടൂൾസ് പിന്നെ ഉണ്ടാക്കാം. പിന്നെ അയൺ ആർമർ ആവാനാണ് നോക്കുന്നത്. ആർമറല്ലേ, ഹെൽമെറ്റ്, ചെസ്റ്റ് പ്ലേറ്റ്, ലെഗിൻസ്, ബൂട്ട്. അങ്ങനെ ഈ സീരീസിൽ നമ്മൾ കോപ്പർ ആർമർ ആയിട്ട് ഉണ്ട്. എന്തൊരു ചൊക്ക കാണാൻ. നമ്മൾ കോപ്പർ ആർമറിലോട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കിട്ടണ വെച്ചാണ്ട് ഇപ്പം തന്നെ നമുക്ക് ടൂൾസും കൂടി ഒന്ന് റെഡിയാക്കുക. നമുക്ക് ചെസ്റ്റ് ഒന്ന് അടിക്കാക്കട്ടെ. ചെസ്റ്റ് ഉണ്ടാക്കിയില്ല. രണ്ട് ചെസ്റ്റ് ക്രാഫ്റ്റ് ചെയ്യാം. ലെവലാക്കി വെക്കണം. ഇവിടെ കംപ്ലീറ്റ് കോപ്പർ മീൻ കളി അങ്ങനെ നമുക്ക് ആവശ്യമില്ല. ക്ലീനാക്കി വെക്കണം. പിന്നെ നമുക്ക് നമ്മളെ ടൂൾസും കൂടി ഒന്ന് സെറ്റാക്കാം. സോഡ് റെഡി, പിക്കാസ് റെഡി, ആക്സ് റെഡി, ഷവൽ റെഡി. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് കോപ്പർ ആർമറും കോപ്പർ ടൂൾസും ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ആദ്യം ഇങ്ങോട്ട് വരാനൊരു വഴി സെറ്റാക്കണം. അതിനെ കുറിച്ച് ഞാൻ വഴി ഉണ്ടാക്കാതെ നമുക്ക് വഴി നിർത്തിയത്. ഏത് ഭാഗത്തേക്ക് ഉണ്ടാക്കും, അതിനെ കുറച്ച് ബ്ലോക്ക് എടുക്കണം. നമുക്ക് ഈ എപ്പിസോഡിൻ്റെ അവസാനം ഇതൊന്നും ബ്യൂട്ടിഫിക്കേഷൻ കൂടി ചെയ്യണം. ഞാൻ ഏതായാലും ഇപ്പോൾ തൽക്കാലത്തിന് ഇവിടെ ഉണ്ടാക്കുക. ഇവിടെ ഉണ്ടാക്കാം. അപ്പോൾ നമ്മളെ ബേസ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം, മറന്നിട്ടൊന്നുമില്ല. അപ്പോൾ വീഡിയോ വരാത്തതിൻ്റെ കാരണം ഞാൻ ഇന്നലെ ഇട്ട എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു. മനസ്സിലായിരിക്കും. ഫോണിൻ്റെ ഡിസ്പ്ലേ ചെറുതായിട്ടൊന്ന് പോയിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ ഇടായിരുന്നത്. അല്ലാതെ മറ്റൊന്നുകൊണ്ടല്ല. നമ്മളെ മൾട്ടിപ്ലക്സിയേഴ്സും കളിച്ചുകൊണ്ട് എപ്പിസോഡൊക്കെ വരാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നാളെ 1.5 ഇടാനാണ് ഇപ്പോഴത്തെ പ്ലാന് നിലവിൽ. ഇന്നിപ്പോൾ ലെറ്റ്സ് പ്ലേ. നാളെ ഒരു മൾട്ടിപ്ലർ സീരീസ് ആയിക്കാരം. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ നിലവിലെ പ്ലാന്. കുറച്ച് സ്റ്റെയർ കേസാണ് വെച്ച് നമുക്കൊന്ന് പോയി സെറ്റാക്കാം. അപ്പോൾ ഫസ്റ്റത്തെ വീഡിയോക്ക് നമുക്ക് ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നു. ലെറ്റ്സ് പ്ലേ സീരീസിന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. അപ്പോൾ ഈ സപ്പോർട്ട് ഇനിയും മുന്നിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വേണം, അപ്പോൾ എനിക്ക് വീഡിയോടാനൊരു പ്രചോദനമാവുള്ളൂ. പിന്നെ ഒരു 1-2 ആഴ്ചക്കുള്ളിൽ നമ്മളൊരു സെർവറും കൂടി സ്റ്റാർട്ട് ചെയ്യണ്ടേ. അപ്പോൾ ആ സെർവറിൻ്റെ വീഡിയോയും വരുന്നതായിരിക്കും. ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ കളിക്കുകയാണ്. അപ്പോൾ അത് പബ്ലിക്കായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ കൂടെ കളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ആ സെർവർ ഇടുമ്പോൾ അതിൻ്റെ IP അഡ്രസ്സ് ഞാനപ്പോൾ തരാം. നിങ്ങൾക്ക് നോക്കി കളിച്ചാലോ. നമ്മുടെ വഴി സെറ്റായിട്ടുണ്ട്. ബ്യൂട്ടിഫിക്കേഷൻ ബ്യൂട്ടിഫിക്കേഷൻ വെച്ച് കാണുമ്പോൾ ഒരു ഹൊറർ തീമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ പിന്നെ ഇവിടെ ഒരു കേവ് ഫീല്, ഹൊററല്ല കേവാണല്ലേ. രണ്ടു നോക്കുന്ന വൈറ്റ് കാണാം.
ഇന്ന് തന്നെ നമുക്ക് ആ ഗോപ്രോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ട്. അപ്പോൾ എപ്പിസോഡ് അവസാനം നമുക്ക് അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇന്നെന്തായാലും ഒരു ഗെയിമിങ്ങിന് നമ്മൾ പോകാൻ നല്ല സാധ്യതയുണ്ട്. കുറച്ചും കൂടി അല്ല നമ്മളടുത്ത് അതേ ഉള്ളൂ. ഇതൊക്കെ കോഴ്സോണൊക്കെ ബേസ് ഉണ്ടാക്കിയപ്പോൾ കിട്ടിയതാണ്. ഇപ്പോഴും പഠിച്ചിട്ടില്ല. അപ്പോൾ ഇതാണ് കവറാക്കിയിരിക്കണം. കുഴപ്പമില്ല. ഇനി ഇതിൻ്റെ മണ്ടക്കനെ ഇവിടെ കുറച്ച് സ്റ്റെയർകേസൊക്കെ. അപ്പം ഫസ്റ്റത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് സീഡ് തരാമെന്ന് പറഞ്ഞ് ഞാൻ എഡിറ്റ് ചെയ്തപ്പോൾ മറന്നിരിക്കണം. അപ്പോൾ ഈ എപ്പിസോഡിൻ്റെ അവസാനം ഫസ്റ്റൊക്കെ ആയിട്ട് ഞാനത് എഡിറ്റ് ചെയ്യുമ്പോൾ വെച്ചോളാം. ഞാൻ മറന്നതാണ് ചെയ്ത്. ഞാൻ എഡിറ്റ് ചെയ്യാൻ വരത്തില്ല. ഫസ്റ്റത്തെ വീഡിയോ അല്ല എഡിറ്റ് ചെയ്യാൻ വരത്തിയാണ് മറന്നു പോയതാണ്. ഞാൻ എല്ലാവർക്കും അതിനെ ഞാൻ സോറി അറിയണം. ഈ സീഡ് പിന്നെ ഇനി നമുക്ക് അപ്ഡേറ്റ് വന്നിരിക്കണം. നമ്മളെ മൈൻക്രാഫ്റ്റിന് 16-ാം തീയതി അല്ലേ, അപ്പം അപ്ഡേറ്റ് ആണ്. അപ്പോൾ അപ്ഡേറ്റ് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഇത് ഈ വീഡിയോ കൂടി ഇട്ടാൽ ഞാനിന്ന് അപ്ഡേറ്റ് ആവും. അപ്പോൾ അപ്ഡേറ്റ് ചെയ്താൽ പിന്നെ അപ്ഡേറ്റ് ചെയ്താൽ നമുക്ക് പുതിയ ബയോമും പുതിയ മോബിനൊക്കെ കേവൊക്കെ ഒന്ന് പോയി എക്സ്പ്ലോർ ചെയ്യണം. ഞാൻ എൻ്റെ മൈൻക്രാഫ്റ്റ് ലൈവ് കണ്ടായിരുന്നു. അതിൽ കണ്ടപ്പോൾ അടിപൊളിയാണ്. നമുക്ക് നോക്കാം. മരങ്ങളാണ്. ഈസിയിൽ തിരഞ്ഞെടുക്കാൻ കാരണം പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ ജസ്റ്റ് റാൻഡായിട്ടൊന്ന് ക്രിയേറ്റ് ചെയ്ത് ഓപ്പൺ കിട്ടി. ഇതുപോലെ ആക്കാം. ബേസ് ഞാൻ ഉണ്ടാക്കാൻ പോണത് അണ്ടർഗ്രൗണ്ട് ബേസാണ് ഞാൻ തീരുമാനിച്ചത്. വലിയൊരു ഹാള് കുഴി വെട്ടി അതിൻ്റെ ഉള്ളിൽ വലിയൊരു ഹാളൊക്കെ ഉണ്ടാക്കി. അതാണ് ഇപ്പോഴത്തെ പ്ലാന്. നോക്കുക അങ്ങനെ വർക്ക് ആവുക. അപ്പോൾ അതാണ് തോന്നുന്നായിരുന്നു. അപ്പോൾ എന്തായാലും കുറേ പിക്കാസൊക്കെ പോകും. അപ്പോൾ ഒരു അയൺ ഫാം ഉണ്ടാക്കണം. എന്തായാലും നമുക്ക് അപ്ഡേറ്റ് ആക്കിയിട്ട് ഏതായാലും ഒരു എക്സ്പ്ലോറിങ്ങിന് ഇറങ്ങണം. പറ്റുകയാണെങ്കിൽ വില്ലേജേഴ്സിനും കൂടി ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ നോക്കണം. അപ്പം ആ ഫാമൊന്ന് സെറ്റായാലേ നമുക്ക് എല്ലാ കളികളൊക്കെ നമുക്ക് പോകും. പിന്നെയും ബഗ്ഗടിച്ചില്ല. സ്റ്റെയർകേസ് ഉണ്ടാക്കണം. പക്ഷേ
ഫോണിൻ്റെ ഡിസ്പ്ലേ പോയ കാരണമാണ് ഞാൻ കുറച്ച് ദിവസം വീഡിയോ ഇടാൻ ഡിലേ വന്നത്. ഡെയിലി വീഡിയോ ഇടണം ഞാൻ കരുതിയതായിരുന്നു. പക്ഷെ പറ്റിയില്ല. അതിന് ഞാൻ സോറി ചോദിച്ചു. ഇനി നമ്മൾ ഡെയിലി വീഡിയോ ഇടുന്നതായിരിക്കും. അതിനൊരു പ്രശ്നമുണ്ടാവില്ല. പ്രശ്നമുണ്ടാവില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. തന്നെ പാറ്റേൺ തിരിച്ചു പോയി. ഇത്ര ഞാൻ ഈ ബ്ലോക്ക് കിട്ടണമെന്ന് വിചാരിച്ചോളാം. ഏതായാലും വൈ സെറ്റായിട്ടുണ്ട്. അപ്പം നമുക്കിനി മൈനിങ്ങിലോട്ട് ഫോക്കസ് ചെയ്യാം. അതിന് കുറേ പിക്കാസാണ് ആവശ്യം. പിക്കാസാണെങ്കിൽ ഇതിനകത്ത് കുറച്ചേ ഉള്ളൂ. കോപ്പർ കോപ്പറിന് ഫസ്റ്റ് ചെയ്യണം. ആ കിട്ടിയ കോപ്പർ കൊണ്ട് കുറേ പിക്കാസ് ഉണ്ടാക്കണം. അതുകൊണ്ട് നമുക്ക് ഏതായാലും എത്രണ്ണം നമുക്ക് ഒരു പിക്കാസ് കിട്ടും. സാറില്ല, അങ്ങനത്തെ ഇപ്പോൾ മൊത്തം 2 ഉണ്ട്. നമുക്ക് ഏതായാലും ഒരു പോകാൻ കുറച്ചുകൂടി ഉണ്ടാക്കണം. നമുക്ക് ഏതാണ്ടൊക്കെ മൈനിങ്ങിന് പോയി നോക്കുക. മൈനിങ്ങിന് ഉദ്ദേശിക്കുന്നത് ഈ ഭാഗത്തേക്കാണ്. ഇത് നമ്മൾ സ്റ്റാർട്ടർ ബേസ് മാത്രമല്ല, നമുക്ക് നോക്കുന്നുണ്ടാവും. അവിടെ പിടിച്ചോ. കോപ്പറേറ്റി ആണ് നമുക്ക് ആവശ്യം. എത്രനാൾ ആവശ്യം നമ്മൾക്ക് വെയിൻ മൈനർ ഉണ്ട്, മോട്ടാക്ക്. ഞാനിതിൽ വാനിലായി കളിച്ചാണ് ആഗ്രഹം. അതാണ് ഞാനൊന്നും ഇടാത്തത്. ചെറിയ രീതിയിലൊരു ചീറ്റിങ് ആയതുകൊണ്ടാണ് ഇടാത്തത്. അല്ലാതെ ഇത് ബ്ലോക്ക് കൂട്ടിച്ചാണ് യൂട്യൂബ് കൊണ്ട് കൊണ്ടാലും അതുകൊണ്ടാണ് രാവിലെ ഇതൊക്കെ മാറ്റി. പ്രോ പ്ലെയർ തന്നെ നല്ല 30 ഇത് കിട്ടിയ പ്രോപ്പർ പിടിച്ചിട്ടില്ല. രാവിലെ പ്രത്യേകമാണിത്. അത് രാവിലെ ഇങ്ങനെ ടോർച്ച് വെച്ച എൻഡിറ്റി ബ്ലോക്കുകളൊക്കെ വേഗം പൊട്ടി വെക്കും. അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. രാവിലെ സാൻഡ്, എൻഡർ ഡ്രാഗൻ്റെ എഗ്ഗ്, അതെല്ലാം അങ്ങനെയാണ് എൻ്റെ എൻഡിറ്റി ബ്ലോക്ക്. എൻഡിറ്റിന് അല്ലേന്ന് പറയാം, എൻ്റെ ചെറുതൊക്കെ അങ്ങനത്തെ ബ്ലോക്കാണ്. അത്
15 ഒരൊറ്റ ഫ്ലെയിം കിട്ടിയില്ല. ഫ്ലെയിമിലാരും കാണപ്പെടാം. നെതറിലോട്ട് നമ്മൾ ഏതായാലും പതുക്കോള് പോവുക. കംപ്ലീറ്റ് ഡയമണ്ട് ആർമറയിലായിട്ട് കഴിഞ്ഞാൽ നെതറ് സാധ്യതയുള്ളൂ. അനച്ച് പേടിയാണ് നെതറിൽ പോകാൻ. ഞാൻ എപ്പോൾ നെതറിൽ പോയാലും അപ്പം ഞാൻ ചാവും. ഐറ്റംസ് കംപ്ലീറ്റ് പോകും. അല്ലെങ്കിൽ ലാവി പോകും, അല്ലെങ്കിൽ ആ ബ്രൂട്ടിൻ്റെ കയ്യിൽ നിന്ന് മരിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഞാനപ്പോൾ മരിച്ചു. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ഡയമണ്ട് ആർമർ വില്ലേജേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഒപ്പിച്ചാനാണ് എൻ്റെ ഇപ്പോഴത്തെ പ്ലാന്. അയൺ ഫാം നന്ദിയുണ്ട്. രണ്ടായിരം പീസ് ഒറ്റയടിക്ക് രണ്ടെണ്ണത്തിനുള്ളൂ. കുറേ ഉണ്ട്. പിന്നെ തന്നെ നമ്മളെ ഗോപ്രോ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. കാരണം ഗോപ്രോ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് റെഡ് സ്റ്റോൺ വേണം. റെഡ് സ്റ്റോൺ അതിനാണെങ്കിൽ നമുക്ക് അയൺ പിക്കാസ് വേണം. ലീക്ക് വന്നു
വെള്ളം നമ്മൾ റിമൂവ് ആക്കിയിട്ടുണ്ട്. കുറച്ച് മെനക്കെട്ടിട്ടാണ് നമ്മൾ റിമൂവ് ആക്കി. വെള്ളം റിമൂവ് ആക്കാം. ഓ നോ, പാടില്ല, അത് പാടില്ല. പിന്നെ ഇതോടെ മറ്റേ പോക്കിയാണ്. അപ്പോൾ ഇനി നമുക്ക് തുറന്ന് പോകാം. അപ്പോൾ അപ്പിക്കാശം മുട്ടിൻ്റെ ഫൈനലി നമുക്ക് ഇനി അടിക്കണം. ശബ്ദം ചെറുതായിട്ടാണ് കഴിക്കുന്നത്. അതാണ് ആ വോയിസ് ചെറുതായിട്ട് കേൾക്കുന്നത്. അത് സത്യത്തിൽ ഞാൻ പറയാൻ ശ്രമിക്കാം. അതായത് നമുക്ക് ഇതാക്കാം, മടിയിലോട്ട് വണ്ടി പോകണം. സമയം ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ സമയം കഴിഞ്ഞിരിക്കണം. പിന്നെ ഒരു പോലെ കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. പക്ഷേ ഏതായാലും നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് എത്ര ഉള്ളൂ. ഒരു പ്രൊഡക്റ്റീവ് ഇല്ലാത്തൊരു എപ്പിസോഡായിരുന്നു. ഒന്നും ഞാൻ ചെയ്തില്ല, പറ്റില്ല. വെള്ളം കാരണം കുറേ കഴിഞ്ഞു. എന്തായാലും നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അത് നമുക്ക് നാളെ അടുത്ത എപ്പിസോഡായിട്ട് കാണാം. ബൈ.